കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്ലബ് ഫുട്ബോളിനൊരു ഇടവേള നൽകിക്കൊണ്ട് ഇന്റർനാഷണൽ ഫുട്ബോളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ ലോകകപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടുകളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നാഷണൽ ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ ആദ്യപാദ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ തന്നെ രണ്ട് മൂന്ന് രാജ്യങ്ങൾ ഒരു കൊട്ട് വാങ്ങിച്ച ഒരു മത്സരം കൂടെയാണ് നമ്മൾ ഇന്നലെ കണ്ടുപോയത്. നമ്മളിന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ നാഷണൽ ലീഗിലെ മത്സരങ്ങളെ കുറിച്ചാണ്. നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ നെതർലാൻഡ് സ്പെയിനിലെ 2-2 എന്ന സ്കോർ ലൈനിൽ പിരിഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ വമ്പന്മാരെ ഫ്രാൻസിനെ ക്രൊയേഷ്യ 2-0 തോൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു ഗോളിന് പിന്നിട്ട ശേഷം 2 ഗോൾ അടിച്ച് ഇറ്റലിയെ ജർമ്മനി തോൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഡെൻമാർക്ക് പോർച്ചുഗലിനെ 1-0 തോൽപ്പിച്ചിരുന്നു. അതിൽ ഞാൻ ഇന്നലെ കാണാൻ ആഗ്രഹിച്ചത് നെതർലാൻഡ് സ്പെയിൻ തമ്മിലുള്ള മത്സരമായിരുന്നു. പക്ഷെ ഞാൻ കണ്ടത് പോർച്ചുഗലും ഡെൻമാർക്കും തമ്മിലുള്ള മത്സരമാണ്. പോർച്ചുഗലിന്റെ ഒരു ഇപ്രാവശ്യത്തെ സ്ക്വാഡ് വെച്ച് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെ തന്നെ ടോപ്പ് ടാലന്റുകൾ നിറഞ്ഞൊരു സ്ക്വാഡാണ് പോർച്ചുഗൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നലത്തെ പോർച്ചുഗലിന്റെ കളി കണ്ട ഈ ഒരു ഇത്രയും നല്ല സ്ക്വാഡും വെച്ചിട്ട് ഇത്രയും മോശപ്പെട്ട ഒരു ലേസി കളിയാണ് ഇന്നലെ പോർച്ചുഗലിന്റെ അടുത്ത് നിന്ന് കാണാൻ സാധിച്ചത്. കാരണം എടുത്തു പറയേണ്ട ഒറ്റ മൊമെന്റമായിട്ട് എനിക്ക് തോന്നിയത് ആ പെഡ്രോ നെറ്റയുടെ ആ ഒരു ഷോട്ട് ഷിമൈക്കൽ ഒന്ന് സേവ് ചെയ്യുന്നതാണ് ഇന്നലത്തെ ഒരു ഹോൾ മാച്ചിൽ എനിക്ക് പോർച്ചുഗലിന്റെ അടുക്കൽ നിന്ന് എടുത്ത് പറയേണ്ടതായിട്ട് ഒരു മൊമെന്റമായിട്ട് ഞാൻ കണ്ടിരുന്നുള്ളൂ. ബാക്കി അതിനുശേഷമൊക്കെ ഒരു വൺ വേ ട്രാഫിക് മാത്രമേ ഇന്നലത്തെ കളിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഡെൻമാർക്കിന്റെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി ഷിമൈക്കൽ, അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലുള്ള ഒരു 4 പ്ലേയേഴ്സ് എടുത്തു പറയേണ്ട ഞാൻ കണ്ടിട്ടുള്ള ഒരു 4 പ്ലേയേഴ്സ് മാത്രമേ ഡെൻമാർക്കിൽ സ്ക്വാഡിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് ക്രിസ്റ്റ്യൻസൺ, അതുപോലെ തന്നെ ആൻഡേഴ്സണും വെസ്റ്റ് ഗാർഡ്, അതുപോലെ തന്നെ ലിൻഡസ്ട്രീം മാത്രമായിരുന്നു. പിന്നെ ഹോയ്ലൻഡ് സബ്ബായിട്ടാണ് ഹോയ്ലൻഡ് ഇറങ്ങിയത്. ഹോയ്ലൻഡാണ് ഇന്നലത്തെ ഡെൻമാർക്കിന്റെ വിജയ ഗോൾ നേടുന്നത്. അതേസമയം പോർച്ചുഗലിന്റെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഈ യൂറോപ്പിൽ തന്നെ ഒരു മികച്ച ഒരു സ്ക്വാഡാണ് ഇപ്പം പോർച്ചുഗലിലുള്ളത്. കാരണം എക്സ്പീരിയൻസും എക്സ്പീരിയൻസും ഉൾക്കൊണ്ട ഒരു മികച്ചൊരു സ്ക്വാഡാണ് പോർച്ചുഗലിനുള്ളത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ റൊണാൾഡോയും, അതുപോലെ തന്നെ റാഫേലിയയും, അതുപോലെ തന്നെ പെഡ്രോ നെറ്റയും കഴിഞ്ഞ ലൈനപ്പിൽ ഉണ്ടായിരുന്ന മിഡ്ഫീൽഡിൽ ജാവോ നെവസും വിറ്റീനയും, അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു മിഡ്ഫീൽഡിൽ. അത് തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല മിഡ്ഫീൽഡാണ്. അവരുടെ ബാക്ക് ലൈൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ റൂബൻ ഡിയാസ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ റൂബൻ ഡിയാസ്, റെനാറ്റോ വിയേഗ, അതുപോലെ തന്നെ പാരീസ് സെന്റ് ജർമ്മന്റെ നൂനോ മെൻഡിസ്, അതുപോലെ തന്നെ ഡാലറ്റ്, മികച്ച ബാക്ക് ലൈനും അവർക്കുണ്ട്. പക്ഷെ എന്നിട്ട് ഇന്നലെ അവർ 1-0, അതും എടുത്തു പറയേണ്ട ഒരു കാര്യമായ ഒരു അറ്റാക്കുകൾ അവരുടെ അടുക്കുന്ന ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കോച്ച് റോബർട്ടോ മാർട്ടിനസിലാണ് ഇന്നലത്തെ മൊത്തം പിഴവുകളും എനിക്ക് പറയേണ്ടത്. കാരണം ആ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇറക്കേണ്ടിരുന്ന ആ സമയങ്ങൾ, റാഫേലിയയ്ക്ക് ഇന്നലത്തെ കളിയിൽ അദ്ദേഹത്തിന്റെ ആ ഫോം, ഈ സീസണിൽ അദ്ദേഹം മൊത്തത്തിലൊരു ഫോം അല്ല, പക്ഷെ സമയത്തിന് അദ്ദേഹത്തിനെ മാറ്റുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ബെഞ്ച് നോക്കുകയാണെങ്കിൽ ബെർണാർഡോ സിൽവ, അതുപോലെ തന്നെ ജിയോനി കോണ്ട, അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ലിസ്ബന്റെ ട്രിനാക്കോ, ഡിയോഗോ ജോട്ട, ഇവരൊക്കെ ബെഞ്ചിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ജാവോ ഫ്ലെക്സ്, അവരുടെ ബെഞ്ച് തന്നെ ചേഞ്ചസ് വരുത്തേണ്ട കറക്റ്റ് ചേഞ്ചസ് ഇന്നലെ റോബർട്ടോ മാർട്ടിനസ് ഇന്നലെ ചെയ്തിട്ടില്ല. അതുപോലെ പ്ലേയേഴ്സിന്റെ ഇടയ്ക്ക് നിന്നൊരു ഒത്തിണക്കം, കമ്മ്യൂണിക്കേഷനിലുള്ള ഒത്തിണക്കം ഇന്നലെ കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇന്നലെ പ്ലേയേഴ്സൊക്കെ വെറും അവർ സ്വന്തമായിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ബ്രില്യൻസ് ഇന്നലെ കാഴ്ചവെക്കാൻ നോക്കിയിരുന്നു എന്നാണ് എനിക്ക് ഇന്നലെ കളിയിലൊക്കെ തോന്നിയത്. പെഡ്രോ നെറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരു അധ്വാനിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ് പെഡ്രോ നെറ്റ്. അതുപോലെ തന്നെ റാഫേലിയൊക്കെ യൂറോപ്പിൽ തന്നെ ഒരു ബെസ്റ്റ് വിങ്ങറാണ് റാഫേലിയൊക്കെ. അപ്പൊ അദ്ദേഹത്തൊക്കെ ഇന്നലെ കളിയിൽ മങ്ങിപ്പോയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് മാറ്റേണ്ട സമയത്തൊന്നും ഇന്നലെ കറക്റ്റ് ആ സബ്സ്റ്റിറ്റ്യൂഷനിലൊക്കെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇന്നലെ വെറും പുവറായിരുന്നു എന്ന് വേണം പറയാം. അതുപോലെ തന്നെ ക്ലബ് ഫുട്ബോളിന് വേണ്ടി എന്തുമാത്രം ഫോമിലാണ് വിറ്റീനൊക്കെയും ജാവോ നെവസൊക്കെ കളിക്കുന്നത് ഒന്ന് നോക്കുകയാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ സീസണിൽ 16 ഗോളിനും 15 അസിസ്റ്റുകളും ഇതിനോടകം തന്നെ അദ്ദേഹം നേടിയിട്ടുണ്ട്. പക്ഷെ ഇന്നലത്തെ കളിയിൽ അദ്ദേഹം മൊത്തത്തിൽ
ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ട് മറ്റേ ഡാലോട്ടുമായിട്ടുള്ള ഒരു ലിങ്ക് പ്ലേ മാത്രം അദ്ദേഹത്തിന്റെ അടുക്കുന്നില്ല കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഫോർവേഡിൽ ഫൈനൽ തേർഡിൽ കൃത്യമായ ഒരു പാസുകളൊന്നും ഏത് പോസ്റ്റിലേക്ക് വരുന്നില്ല. റൊണാൾഡോ 2-3 പ്രാവശ്യം ഒന്ന് പാസ് ചെയ്ത റൊണാൾഡോ ഉടനെ തന്നെ ആ ബോക്സിലോട്ട് ഓടിക്കയറുന്നു. റൊണാൾഡോ മറ്റു പ്ലേയേഴ്സുമായിട്ടുള്ള ലിങ്ക് പ്ലേ ഒന്നും കാണാൻ സാധിക്കുന്നുണ്ട് റൊണാൾഡോയുടെ അടുക്കിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ആ പ്രായം 40 പക്ഷെ അദ്ദേഹത്തിന് ആവശ്യമുള്ള ഫിറ്റ്നസ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് തളർന്നു പോയത് പോലെയാണ് ഇന്നലത്തെ കളിയിൽ നിന്നൊക്കെ കാണാൻ സാധിച്ചിരുന്നത്. ആ കൂടി 8 ഷോട്ടുകൾ മാത്രമേ ഇന്നലെ പോർച്ചുഗൽ അടിച്ചുള്ളൂ. അതിൽ 2 മാത്രം ഓൺ ടാർഗറ്റിൽ. എന്നാൽ തിരിച്ചു നോക്കുമ്പോൾ 23 ഷോട്ടുകളാണ് ഇന്നലെ ഡെൻമാർക്ക് അടിച്ചത്. അതിൽ 9 ഓൺ ടാർഗറ്റ്. ഇന്നലെ ഗാർസിയൊക്കെ ഇന്നലത്തെ പോർച്ചുഗലിന്റെ കീപ്പർ കോസ്റ്റയുടെ 3-4 സേവുകൾ, ആ പെനാൽറ്റി സേവൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്നലെ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡാലറ്റിന്റെ ബ്ലോക്ക്, ആ ഗോൾ ലൈനിലുള്ള ആ ബ്ലോക്ക്, അതുപോലെ തന്നെ റൂബൻ ഡിയാസിന്റെ ആ ബ്ലോക്ക് ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ ഒരു 4 ഗോളിനെങ്കിലും ഇന്നലെ പോർച്ചുഗൽ തോൽക്കേണ്ട ഒരു മത്സരമാണ് ഇന്നലെ നടന്നിരുന്നത്. കളിയിലോട്ട് നോക്കുകയാണെങ്കിൽ 23-ാമത്തെ മിനിറ്റിൽ ഡെൻമാർക്കിനൊരു പെനാൽറ്റി ലഭിക്കുന്നുണ്ട്. എറിക്സൺ അടിക്കുന്ന ആ ബോള് റെനോട്ടോ വേഗ് കൈകൊണ്ട് തടുക്കുന്നതിന് റഫറി ഒരു പെനാൽറ്റി വിധിക്കുന്നുണ്ട്. പക്ഷെ എറിക്സൺ അടിക്കുന്ന ആ ഷോട്ട് കറക്റ്റ് ആയിട്ട് ഡിയോഗോ കോസ്റ്റ അവിടെ കറക്റ്റ് സേവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു 7-ാമത്തെ മിനിറ്റിൽ പോർച്ചുഗലാണ് ഒരു സൂപ്പർബ് സ്ട്രൈക്ക് പെഡ്രോനെറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു സേവ് ആയിരുന്നു ഷിമൈക്കലിന്റെ. അതിനുശേഷം പിന്നെ പോർച്ചുഗൽ ഇന്നലത്തെ കളിയിലേക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഒരു 1 വേ ട്രാഫിക് ആയിട്ട് ഡെൻമാർക്കിന്റെ അറ്റാക്കുകളായിരുന്നു. ഇന്നലെ ഡെൻമാർക്ക് ഒരു 4 ഗോളിൽ നിന്ന് വിജയിക്കേണ്ട മത്സരം. പക്ഷെ ആ ഒറ്റ ഗോൾ അവർ അറിയിച്ച വിജയമാണ് ഇന്നലെ നേടിയിരുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒരുപോലെ കളിച്ചിരുന്നത് ഡെൻമാർക്കിന്റെ പ്ലേയേഴ്സ് ആണ്. ആ ലിൻഡ്സ്ട്രീമിനൊക്കെ എന്തുമാത്രം ചാൻസുകൾ വന്നു. അതുപോലെ തന്നെ എറിക്സനൊക്കെ ഒരുപാട് ചാൻസ് എറിക്സനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ ഹോയ്ലൻഡിനൊക്കെ 2-3 ബിഗ് ചാൻസ് ഹോയ്ലൻഡൊക്കെ ഉണ്ടായിരുന്നു. ഹോയ്ലൻഡ് ആ ഗോൾ തന്നെ 78-ാമത്തെ മിനിറ്റിൽ അടിക്കുന്ന ഗോൾ തന്നെ ആ ഹോയ്ലൻഡിൽ ആരും മാർക്ക് ചെയ്യുന്നില്ല. ഹോയ്ലൻഡിലെ ഡിഫൻസ് മാർക്ക് ചെയ്യുന്നില്ല. ഹോയ്ലൻഡ് ഒരു സിമ്പിൾ ഫിനിഷിലൂടെയാണ് ഹോയ്ലൻഡ് ആ ഗോൾ നേടുന്നത്. അത് തന്നെ ചില ഘട്ടങ്ങളിൽ പ്ലേയേഴ്സിന്റെ ആ ഡിസിഷൻ മേക്കിൽ വരുന്ന ആ തെറ്റുകൾ, ആ എറർ മൂലമാണ് ഇന്നലത്തെ ആ ഗോൾ വന്നിരുന്നത്. ക്ലബ് ഫുട്ബോളിനോട് കളിക്കുന്ന കമ്മിറ്റ്മെന്റിലല്ല ഇന്നലത്തെ പോർച്ചുഗൽ ടീമിന്റെ കളിയിൽ ടീമിലെ പ്ലേയേഴ്സിന്റെ അടുക്ക് നിന്ന് ആ മനോഭാവത്തിൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നത്. റൊണാൾഡോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊണാൾഡോയുടെ മേലാണ് ഇപ്പോൾ എല്ലാ പഴിയും പോകുന്നത്. കാരണം റൊണാൾഡോ ഇന്നലെ കളിച്ചിട്ടില്ല. നേരെ അദ്ദേഹത്തിന് 2 ഷോട്ട് മാത്രമേ അടിച്ചിരുന്നു. അതിൽ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്തിരുന്നു. ഒരു ഷോട്ടാണ് ഒരു ഓൺ ടാർഗറ്റ് ആയിട്ട് പോകുന്നത്. പക്ഷെ അതിന് ഗോൾ തടയുന്നുണ്ട്. ആ 2 ഷോട്ടിൽ മാത്രമേ ഇന്നലെ റൊണാൾഡോയ്ക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. ആവശ്യമുള്ള സമയത്ത് കറക്റ്റായ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇന്നലെ റോബർട്ടോ മാർട്ടിനസ് ചെയ്തിട്ടില്ല എന്നൊരു വിമർശനങ്ങൾ ഇന്നലത്തെ കളിയിൽ നിന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ഫസ്റ്റ് പാദം മാത്രമേ കഴിഞ്ഞു പോയിട്ടുള്ളൂ. ഇനിയിപ്പോൾ 2-ാമത്തെ പാദം മത്സരം നടക്കാറുണ്ട്. പക്ഷെ ഇതേപോലത്തെ ഒരു പെർഫോമൻസ് ആണെങ്കിൽ അടുത്ത കളിയും എന്തായാലും പോർച്ചുഗൽ പുറത്തു പോകുന്ന ഒരു സാധ്യത എന്തായാലും നാഷണൽ ലീഗിന്റെ ഈ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് നമുക്ക് അടുത്ത കളിയിൽ നിന്നും കാണാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ഇന്നലത്തെ കളിയിൽ വെറും ഒരു ലേസി കളി, പ്ലേയേഴ്സിന്റെ ആ ഒരു മനോഭാവം തന്നെ ഇന്നലത്തെ കളി വെറും ലേസി ആയിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. ഞാൻ ഏറ്റവും കൂടെ കാണാൻ ആഗ്രഹിച്ച കളി നെതർലാൻഡ് സ്പെയിൻ തമ്മിൽ കളിയായിരുന്നു. പക്ഷെ എങ്കിലും പോർച്ചുഗലിന്റെ സ്കോഡ് ബേസ് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു നല്ലൊരു കളി കളിക്കും എന്ന് കരുതിയാണ് ഇന്നലത്തെ ആ പോർച്ചുഗലിന്റെ കളി കണ്ടത്. പക്ഷെ വെറും ഒരു പാത്തറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ എന്ന് വേണം പറയാം. കാരണം പോർച്ചുഗലിന്റെ സ്കോഡ് ഡെപ്ത് ജിവാനി കോണ്ട അതിലുണ്ട്. അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ലിസ്ബന്റെ ട്രിനാക്കയ്ക്ക് ബെഞ്ചിൽ ഇരിപ്പുണ്ട്. ബെർണാഡോ സിൽവയ്ക്ക് ഇറക്കുന്നത് 86 മിനിറ്റിലേക്കാണ് ബെർണാഡോ സിൽവയ്ക്കിനെ ഇറക്കുന്നത്. അതിനൊരു ഡിസിഷൻ മേക്കിൽ ഇന്നലത്തെ കളിയിൽ ഒരു 70% ഫോൾട്ട് വന്നിരിക്കുന്നത് കോച്ച് റോബർട്ടോ മാർട്ടിനസിന്റെ കോച്ചിന്റെ ആ ഒരു തന്ത്രത്തിൽ വന്ന പിഴവ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ക്ലബ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ക്വാളിറ്റിയിലല്ല ഇന്നലത്തെ പോർച്ചുഗലിന്റെ ജേഴ്സിയിൽ പോർച്ചുഗലിന്റെ പ്ലേയേഴ്സ് കളിച്ചത്. അങ്ങനെ കുറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറെ തെറ്റുകൾ അവിടെ പോർച്ചുഗലിന്റെ കളി ഇന്നലെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അർഹമായ വിജയം അത് ഡെൻമാർക്ക് തന്നെയാണ് നേടിയത്. എന്തായാലും ഒരു 3 ഗോളിന്റെ ഒരു വ്യത്യാസം ഡെൻമാർക്ക് വിജയിക്കേണ്ടതാണ്. എങ്കിലും ഇനിയിപ്പം അടുത്ത പാദത്തിൽ 2-ാമത്തെ പാദത്തിൽ ആവശ്യമായ ചേഞ്ചസുകൾ വരുത്തി എന്തായാലും റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗലിന്റെ ടീമിനെ ഇറക്കും എന്ന് തന്നെയായിരിക്കും പോർച്ചുഗലിന്റെ ആരാധകർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം.